നമ്മൾ ഓർമ്മിക്കുന്നുണ്ടാവും ജോസ് തെറ്റയിൽ എന്നൊരു മന്ത്രി. ജോസ് തെറ്റയിൽ എന്നാണ് അദ്ദേഹം പത്രം. അദ്ദേഹം കാണിച്ചത് തെറ്റാണെന്നുള്ളതിന് എവിഡൻസ് നമ്മുടെ ഈ സോഷ്യൽ മീഡിയയുടെയും മൊബൈൽ ഫോണുകളുടെയും കാലഘട്ടത്തിലാണ് അദ്ദേഹം മന്ത്രിയായിട്ടിരുന്നത്. ആ മന്ത്രി കാണിക്കുന്ന വൃത്തികേടുകൾ, അദ്ദേഹത്തിന് ഭാര്യയുണ്ട്, മകനുണ്ട്, അതല്ലാത്ത മറ്റൊരാളുമായിട്ട് ബന്ധപ്പെടുന്നതിൻ്റെ വീഡിയോ ചിത്രീകരണം നാട്ടിലാകെ പാട്ടായിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അദ്ദേഹം MLA ആയിരുന്നു. ആ MLA ആയിരുന്ന അദ്ദേഹം പിന്നീട് മന്ത്രിയായിട്ട് പ്രൊമോഷൻ കിട്ടി. അധാർമികമായിട്ട് നടന്ന ഈ ധർമ്മഭ്രംശത്തിന് ഒരു സ്ത്രീയുമായിട്ട് വേഴ്ച നടത്തുന്നതിൻ്റെ ചിത്രങ്ങൾ വീഡിയോയിലൂടെ പ്രവചിച്ചു. വമനേച്ഛ ഉളവാക്കുന്ന രംഗങ്ങൾ. ഒരു മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് പ്രൊമോഷൻ കിട്ടുകയാണ് പിന്നീട് ഉണ്ടായത്. ഒരു തരത്തിലുള്ള അജ്ഞാതവാസവും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പാർട്ടി അദ്ദേഹത്തിന് തോട്ടിലേക്ക് ഒട്ടെറിഞ്ഞതുമില്ല. മന്ത്രിയായി അദ്ദേഹം പേരെടുത്ത ആളായിട്ടും ഒരപഖ്യാതിയും ഇല്ലാത്ത ആളായിട്ടും അദ്ദേഹം കഴിഞ്ഞുകൂടി. അതുപോലെ തന്നെയാണ് PK കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ കേസിലുണ്ടായിട്ടുള്ളത്. PK കുഞ്ഞാലിക്കുട്ടി സാഹിബിനെതിരെ ആരോപണം ഉന്നയിച്ച് ഇന്നിപ്പോൾ നമ്മൾ പോക്സോ എന്ന് വിളിക്കുന്നത്, അന്ന് ആ പോക്സോ നിലവിൽ വന്നിട്ടില്ല, വിളിക്കാവുന്ന തരത്തിലുള്ള ആവാത്ത ഒരു പെൺകുട്ടിയുമായിട്ടുള്ള, അതിൻ്റെ പേരെല്ലാവർക്കും അറിയാവുന്നതാണ്, പക്ഷേ ഞാൻ പറയുന്നില്ല, അത് അധാർമികമായതുകൊണ്ട്. ആ പേരെല്ലായിടത്തും പ്രചാരത്തിലുണ്ടായി. ഇന്ത്യ വിഷൻ ചാനലിലൂടെയൊക്കെ പലതവണ ആ സ്ത്രീയെ അവർ അഭിമുഖം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുണ്ട്. PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് എന്നു പ്രൊമോഷൻ കിട്ടി അഖിലേന്ത്യാ മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷനായിട്ടിരിക്കുക, ദേശീയ നേതാവായിട്ടിരിക്കുക, വിലസുകയാണ്. അപ്പോൾ അവരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അത് UDFൻ്റെ ഭാഗം തന്നെയുമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.